കഴിഞ്ഞ ദിവസത്തെ ഗോബി മഞ്ചൂരിയൻ വൻ സക്സസ് ആയതുകൊണ്ട് തന്നെ കിട്ടിയൊരാഗ്രഹം റൈസും ചില്ലി ചിക്കനും വേണമെന്ന്. നമ്മൾ സ്നേഹിക്കുന്നവരെന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ചില്ലി ചിക്കൻ, അതൊരു പരീക്ഷണം കൂടെ ആവട്ടെ. അങ്ങനെ ബോൺലെസ് ചിക്കൻ എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള മസാലയും കോൺഫ്ലവറും സോയ് സോസും ഒക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് വേണ്ട പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ആ പാനിൽ വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു, ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ 2 സവോള ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞത് ഉപ്പും ചേർത്ത് ഒരു മിനിറ്റ് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള സോസൊക്കെ ചേർത്ത് കൊടുക്കുക. സോയ് സോസ്, ടൊമാറ്റോ സോസ് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തേ ഉള്ളൂ ഞാൻ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കോൺഫ്ലവറും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ സ്പ്രിംഗ് ഓണിയനൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും സോയ് സോസും ടൊമാറ്റോ കെച്ചപ്പും ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി അതിലേക്ക് ചിക്കൻ എടുക്കുക, നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് റൈസും നമ്മുടെ സാലഡും ചില്ലി ചിക്കനും പപ്പടവും ഒക്കെ കൂട്ടിയൊരു പിടി പിടിക്കാം. പിന്നെ ഞാൻ ഈ ചിരിച്ചോണ്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ചില്ലി ചിക്കൻ സക്സസ് ആയതിൻ്റെ സന്തോഷമാണേ.